പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടാപിരിവ് നൽകാത്തതിന് സ്പാ ജീവനക്കാരുടെ ഗുണ്ടാ സംഘത്തിന്റെ കൊടും ക്രൂരത. മരണസുബിൻ എന്ന സുബിൻ അലക്സാണ്ടറും കൂട്ട ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി ഉയരുന്നത്. 3 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഫെബ്രുവരി 1 ഉച്ചയോടെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, ഈ സംഭവങ്ങൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഗുണ്ടാപിരിവ് നിരന്തരം നടക്കുന്നുണ്ടായിരുന്നു. ഈ സുബിൻ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ ഗുണ്ടാപിരിവുമായി നിരന്തരം ഈ സ്പായിലെത്തിയത്. ഫെബ്രുവരി 1 തീയതിയും ഇത്തരത്തിൽ പിരിവ് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പായിലേക്ക് എത്തുന്നു. ജീവനക്കാരികൾ അത് നൽകുന്നില്ല. തുടർന്ന് ഈ ജീവനക്കാരികളെ തൊട്ടടുത്തുള്ള മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. കഴുത്തിൽ കത്തി ഉപയോഗിച്ചായിരുന്നു ബലാത്സംഗം നടത്തിയതെന്നും ഈ ബലാത്സംഗ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയെന്നും കൂട്ടാളികളായിട്ടുള്ള സുബിൻ അലക്സാണ്ടറിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള പ്രതികൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നുമാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. അത്തരത്തിൽ അതിക്രൂരമായ ഒരു ബലാത്സംഗം തന്നെയാണ് നടന്നത്. നേരത്തെ തന്നെ ഈ സ്പായിൽ ഇത്തരത്തിൽ ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഈ സുബിൻ അലക്സാണ്ടർ മരണസുബിൻ എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത്. ഇയാൾ ഇത്തരത്തിൽ തിരുവല്ല, പത്തനംതിട്ട ജില്ലയെല്ലാം കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കാപ്പ കേസ് ചുമത്തിയ കാപ്പ കേസ് പ്രതി കൂടിയാണ് ഇയാൾ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ ജീവനക്കാരികൾ, പീഡനത്തിനിരയായ ജീവനക്കാരികൾ പരാതി നൽകാൻ മടിക്കുന്നു. കാരണം ഈ ഗുണ്ടാ സംഘത്തെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ഈ ആളുകൾ ഇത്തരത്തിൽ പരാതി പറയാൻ മടിക്കുന്നു. ശേഷം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അന്വേഷണ സംഘം ഈ പെൺകുട്ടികളുടെ അടുത്ത് എത്തുന്നതും ഇത്തരത്തിൽ അവർക്ക് വേണ്ടുന്ന മാനസിക പിന്തുണ നൽകുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഒടുവിൽ ഈ മരണസുബിനടക്കമുള്ള 3 പ്രതികൾ സംഭവത്തിലുണ്ടായിരുന്ന 3 പ്രതികളെ പോലീസ് പിടികൂടുന്നു. നിലവിൽ തിരുവല്ല ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുന്നത്. 3 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഈ സംഭവം ഉണ്ടായതിനോടൊപ്പം തന്നെ ആ സമയം സ്പായിലുണ്ടായിരുന്ന മറ്റൊരാളെയും പ്രതികൾ ആക്രമിച്ചു എന്ന് ഈ പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ, CCTV ദൃശ്യങ്ങളിലും വ്യക്തമാണ്. CCTV ഈ സ്പായ്ക്കുള്ളിൽ തന്നെയുള്ളൊരു CCTV ആണ്. അതിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ സുബിൻ മുറിയിലേക്ക് കയറി വരുന്നു, കസേരയിൽ ഇരിക്കുന്നു, ഇവരെ ഭീഷണിപ്പെടുത്തുന്നു, മർദ്ദിക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതിനുശേഷമാണ് ഈ പെൺകുട്ടികളെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്തുവെന്നും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. പെൺകുട്ടികൾ അങ്ങനെ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായ ഒരു ബലാത്സംഗമാണ് തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്പായിൽ നടന്നിട്ടുള്ളത്. ശേഷം ഈ പ്രതികൾ അവിടെ നിന്നും പോയ സമയം സ്പായിൽ ഉണ്ടായിരുന്ന പണവും അപഹരിച്ചുവെന്ന് പറയുന്നുണ്ട്. അതിൽ പോലീസ് എഫ്ഐആറിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളുമുണ്ട്. അങ്ങനെ പോലീസിന്റെ എഫ്ഐആറിൽ സമഗ്രമായി തന്നെ ഈ പ്രതികൾ അവിടെ നടത്തിയ ക്രൂരമായ ബലാത്സംഗത്തെ പറ്റി പറയുന്നുണ്ട്. നിലവിൽ സുബിൻ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലുള്ള 3 പേരാണ് നിലവിൽ പിടികൂടിയിട്ടുള്ളത്. ഇവരെ ആ സംഭവ തിരുവല്ലയ്ക്ക് സമീപമുള്ള ഇവരുടെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള 3 പേർ കൂടി സംഭവത്തിൽ അറസ്റ്റിലാകാനുണ്ട്.